നമസ്കാരം. മുൻ എം.എൽ.എയും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ ആർ രാജേഷിനെതിരെ ഹൈക്കോടതി സ്വമേധയാ ക്രിമിനൽ കോടതിയലക്ഷ്യ കേസെടുത്തതോടെ കരുതലുകൾക്ക് CPM. രാജേഷ് 23 രാവിലെ 10:15 കോടതിയിൽ ഹാജരായി വിചാരണ നേരിടണം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഹൈക്കോടതിയെയും ജഡ്ജിമാരെയും അപകീർത്തിപ്പെടുത്തിയെന്ന പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തിയാണ് ജസ്റ്റിസ് DK സിംഗിന്റെ ഉത്തരവ്. കേസ് ചീഫ് ജസ്റ്റിസിന്റെ ഉത്തരവ് പ്രകാരം ഉചിതമായ ബെഞ്ചിന് വിടാനും രജിസ്ട്രാർക്ക് കോടതി നിർദ്ദേശം നൽകി. കേസിൽ മാപ്പ് പറഞ്ഞ് തലയൂരാനാകും രാജേഷ് ശ്രമിക്കുക. CPM നേതൃത്വവും പോസ്റ്റ് അതിരുവിട്ടുവെന്ന വിലയിരുത്തലാണ്. കഴിഞ്ഞ 6-ന് രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയടക്കം ഉൾപ്പെടുത്തിയാണ് ഉത്തരവ്. എതിർകക്ഷി കോടതി ഉത്തരവുകളെ വിമർശിക്കുക മാത്രമല്ല വിദ്യാഭ്യാസ ബെഞ്ചിലെ ജഡ്ജിമാരെ അപമാനിക്കുന്ന പരാമർശങ്ങളും കുറിച്ചുവെന്ന് ഉത്തരവിൽ പറയുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മോശം ഭാഷയിൽ ഉന്നയിച്ചതായും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സർവകലാശാലകളുടെ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ കടുത്ത സംഘപരിവാർ അനുകൂലികളെ ബോധപൂർവ്വം നിയമിക്കുന്നുവെന്നും രാജേഷ് പോസ്റ്റിൽ ആരോപിച്ചിരുന്നു. ജസ്റ്റിസ് നഗരേഷിനെയാണ് രാജേഷ് പോസ്റ്റിലൂടെ വിമർശിച്ചതെന്നാണ് വിലയിരുത്തൽ. സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന ജഡ്ജിമാരെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട രാജേഷിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി നൽകുന്നത് കടുത്ത നടപടിയുടെ സൂചനകളാണ്. ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നീതി ദേവതയാണ്, കാവിക്കൊടി ഏന്തിയ സ്ത്രീയല്ല എന്ന തലക്കെട്ടിൽ കുറിച്ച പോസ്റ്റിനെയാണ് ജസ്റ്റിസ് DK സിംഗ് കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. രാജേഷിന്റെ പേരിൽ സ്വമേധയാ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി മരിച്ചാലേ തന്നെ സമ്മർദ്ദത്തിലാക്കാനാകൂ എന്നും പറഞ്ഞിരുന്നു. ആർ രാജേഷിന്റെ വിവാദ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നീതി ദേവതയാണ്, കാവിക്കൊടി ഏന്തിയ സ്ത്രീയല്ല. നിങ്ങളിൽ ചിലർ ആരുടെ പാതയാണ് പിന്തുടരുന്നതെന്ന് നാട് മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ വിധികൾ ആർക്കു വേണ്ടിയാണെന്ന് നാട് വിലയിരുത്തട്ടെ. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് കൈപ്പിടിയിൽ ഒതുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇതിന് വ്യത്യസ്തമായ വഴികളാണ് അവർ സ്വീകരിക്കുന്നത്. 1. സർവകലാശാലകളെ രാഷ്ട്രീയമായി നിയന്ത്രിക്കുവാൻ മാത്രമായി ചാൻസലർമാരെ ചുമതലപ്പെടുത്തുന്നു. 2. തങ്ങൾക്കിഷ്ടപ്പെട്ട വൈസ് ചാൻസലർമാരെ യോഗ്യതകൾ പോലും പരിഗണിക്കാതെ നിയമിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്യാനാവില്ലേ? അവിടെയാണ് ഏറ്റവും വലിയ ഇടപെടൽ കേന്ദ്രം നടത്തുന്നത്. സർവകലാശാലകളുടെ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ കടുത്ത സംഘപരിവാർ അനുകൂലികളെ ബോധപൂർവ്വം നിയമിക്കുന്നു. ഹൈക്കോടതിയിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിച്ച് വിധി പറയുന്നത് സംഘപരിവാർ ആഭിമുഖ്യമുള്ളവർ. നമുക്ക് സമീപകാല ചില വിധികൾ പരിശോധിക്കാം. കേസ് 1. കേരള സർവകലാശാല VCയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന മോഹൻ കുന്നുമൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ മാത്രമാണ്. പ്രായം 68 കഴിഞ്ഞു. എന്താണ് കേരള സർവകലാശാല VC ആകുന്നതിനുള്ള നിയമപരമായ യോഗ്യത? വൈസ് ചാൻസലർ ആകുവാൻ പ്രൊഫസറായി 10 വർഷം പരിചയമുണ്ടാകണം. പ്രായം 65 കഴിയുവാൻ പാടില്ല. എന്നാൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആകുവാൻ മോഹൻ കുന്നുമലിന് ഈ 2 യോഗ്യതകളുണ്ടോ? 10 വർഷം അനുഭവ സമ്പത്തില്ല എന്ന് മാത്രമല്ല, പ്രൊഫസറെ അല്ല അദ്ദേഹം. 65 വയസ്സ് കഴിഞ്ഞ് 68 ആയപ്പോഴാണ് പുനർനിയമനം ചാൻസലർ കൊടുത്തത്. ഈ കാര്യം ചോദ്യം ചെയ്ത് യോഗ്യരായവർ കൊടുത്ത ഹർജിയിൽ എന്തായിരുന്നു വിധി? ഹർജി പരിഗണിക്കവേ താൽക്കാലിക VCക്ക് ഈ യോഗ്യതകളില്ല എന്ന വാദം അംഗീകരിച്ച കോടതി താൽക്കാലിക VCയെ ചുമതലയിൽ തുടരാൻ അനുവദിച്ചതെന്തിന്? താൽക്കാലിക VC സംഘപരിവാറുകാരനാണ് എന്നത് മാത്രം കാരണം. ഇവിടെ ജയിച്ചത് നീതി ദേവതയോ കാവിക്കൊടി ഏന്തിയ സ്ത്രീയോ? കേസ് 2. സർവകലാശാല സെനറ്റിലേക്ക് നിയമിക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധിക്ക് 30 വയസ്സ് കഴിയാത്തയാളാവണം എന്നതാണ് നിയമം. 30 വയസ്സ് കഴിഞ്ഞ വ്യക്തിയുടെ സെനറ്റ് പ്രവേശനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ എത്ര കാലമായി വിധി പറയാതെ മാറ്റിവെച്ചിരിക്കുന്നു? വലതുപക്ഷ പ്രതിനിധിക്കെതിരായ വിധി വരും എന്നതുകൊണ്ടാണ് വൈകുന്നതെന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാകുമോ? കേസ് 3. രജിസ്ട്രാർ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് അധികാരമുണ്ടോ? ഇല്ല. രജിസ്ട്രാറുടെ നിയമനം നടത്തുന്നത് പൂർണ്ണമായും സിൻഡിക്കേറ്റാണ്. രജിസ്ട്രാറെ നിലവിൽ സസ്പെൻഡ് ചെയ്യുവാൻ VC എടുത്ത മാർഗമെന്ത്? സർവകലാശാലയിൽ 2 സിൻഡിക്കേറ്റുകൾ കൂടുന്നതിനിടയിൽ അടിയന്തരമായി ഏതെങ്കിലും നയപരമല്ലാത്ത തീരുമാനം എടുക്കണമെങ്കിൽ VCക്ക് യൂണിവേഴ്സിറ്റി ആക്ടിന്റെ 10(13) അനുസരിച്ച് തീരുമാനിക്കാം. ആക്ട് 10(13) അനുസരിച്ച് VCക്ക് എന്തും തീരുമാനിക്കാമോ? ഇല്ല. അനിവാര്യമായ സർട്ടിഫിക്കറ്റുകൾ, ചെറിയ ചില ഫണ്ടുകൾ എന്നിവ അനുവദിക്കാം. അതിൽ തന്നെ അച്ചടക്ക നടപടികളോ നിയമനങ്ങളോ സ്വീകരിക്കാൻ പാടില്ല. അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് യൂണിവേഴ്സിറ്റി ആക്ടിന്റെ തന്നെ 10(14) പറയുന്നു. VCക്ക് 10(13) ഉപയോഗിച്ച് മേൽപ്പറഞ്ഞ ചില അപ്രധാന തീരുമാനങ്ങൾ എടുക്കാമെങ്കിലും 10(14) അനുസരിച്ച് അച്ചടക്ക നടപടികൾ എടുക്കാൻ പാടില്ല എന്ന് കർശനമായി പറയുന്നു. 10(13) അനുസരിച്ച് താൽക്കാലികമായി VC ഏത് കാര്യം തീരുമാനിച്ചാലും അന്തിമ അനുവാദത്തിനായി ഈ വിഷയം സിൻഡിക്കേറ്റിന്റെ മുൻപാകെ കൊണ്ടുവന്ന് സിൻഡിക്കേറ്റ് അന്തിമ തീരുമാനമെടുക്കണം. VCക്ക് രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ? ഇല്ല. രജിസ്ട്രാറിന് താഴെ ജോയിന്റ് രജിസ്ട്രാർമാർ, താഴെ അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ, പിന്നീട് സെക്ഷൻ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ് സർവകലാശാല ഉദ്യോഗസ്ഥരുടെ ശ്രേണി. ഇതിൽ താഴെ നിന്ന് AR വരെയുള്ളവരെ മാത്രമേ VCക്ക് നടപടി സ്വീകരിക്കാനാകൂ. DR, JR മാർ, രജിസ്ട്രാർ എന്നിവർക്കെതിരായി നടപടി VCക്ക് സ്വീകരിക്കാനാകില്ല. നടപടി സ്വീകരിക്കാൻ അധികാരം നിയമനാധികാരിയായ സിൻഡിക്കേറ്റാണ്. ഇത് മറികടന്നാണ് VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് ഏതൊരാൾക്കും കിട്ടേണ്ട ആനുകൂല്യം തൻ്റെ ഭാഗം കേൾക്കുക എന്നത് ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കുവാൻ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരുന്നു. ഇത്രയും നിയമവിരുദ്ധതയാണ് ഈ സസ്പെൻഷന് പുറകിലുള്ളത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ നിയമവിരുദ്ധതകൾ എന്തേ കോടതി കാണാതെ പോയി? എന്തുകൊണ്ട് പരിപൂർണമായ ഈ നിയമവിരുദ്ധത നിർത്തിവെച്ചില്ല? ഈ കേസിൻ്റെ മെറിറ്റ് കാണാതെ കേവലം ഭാരതാംബയെ അറിയില്ലേ എന്ന അപക്വമായ ഭാഗത്തല്ലേ കോടതി നിന്നത്? കോടതിയിലെ ചിലർ ആർക്കൊപ്പമാണ്? നീതി ദേവതയ്ക്കൊപ്പമോ കാവിക്കൊടി ഏന്തിയ സ്ത്രീക്കൊപ്പമോ എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്.